അറഫ ഭൂമി. സുബ്ഹാനല്ലാഹ്, ദുൽഹജ്ജ് 9-ന്റെ അന്ന് ളുഹർ നിസ്കാരത്തിന് ശേഷം ഈ സ്ഥലത്തേക്കൊന്നും അടുക്കാൻ പോലും കഴിയില്ല. കാരണം ജബലുർ റഹ്മ എന്ന് പറഞ്ഞ കുന്നിവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ കാണാം. നമുക്ക് എല്ലാ ആൾക്കാരും ഈ ഭാഗത്താണ് ഉണ്ടാകുക. അപ്പൊ നമുക്ക് നമ്മുടേതായ ശരിക്ക കമ്പനി നമുക്ക് എന്ത് ചെയ്യും, അത് 2000 ആൾക്കാർ ഉൾക്കൊള്ളുന്നതാണ് ഒരു കമ്പനി. ആ കമ്പനിക്ക് ഒരു ഭാഗത്ത് അവരെന്ത് ചെയ്യും, നിശ്ചയിച്ചു തരും. അവിടെ നമ്മളെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും, സയ്യിദ് ഇബ്രാഹിം ബാദുഷാ. ഇതുപോലെയുള്ള ഒരു ടെന്റ് ഫുള്ളും നമുക്ക് കിട്ടൂല. ഈ ടെന്റിൽ, ഇങ്ങനെയുള്ള ഒരു ടെന്റിൽ 2-3 ഗ്രൂപ്പിന്റെ ആണുങ്ങളും, അപ്പുറത്തെ ടെന്റില് അവരോട് ബന്ധപ്പെട്ട പെണ്ണുങ്ങളും ഉണ്ടാകുക. ഇവിടെ അറഫയിൽ വന്ന് കിടക്കാൻ കഴിയില്ല, ഇരിക്കാനുള്ള സൗകര്യമാണ്. 300ഓളം ആൾക്കാർക്കാണ് ഒരു ബാത്റൂം നിശ്ചയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ദുൽഹജ്ജ് 9-ന്റെ അന്ന് ഇവിടെ വന്ന് താമസിക്കണം. മുമ്പ് കാലത്തൊന്നും ഈ കാണുന്ന ടെന്റുകൾ പോലുമില്ല, ഈ കാണുന്ന ചെടികളൊന്നുമില്ല. അന്ന് ഈ സൂര്യന്റെ നല്ല ചൂടുള്ള സമയത്ത്, നട്ടുച്ച സമയത്ത് ഇവിടെ എല്ലാവരും വെയിൽ കൊണ്ടാണ് നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഇന്നൊക്കെ ഒരുപാട് സൗകര്യങ്ങളും ഓരോ ടെന്റിന്റെ ഉള്ളിൽ ഒരുപാട് കൂളറുകളും ഉണ്ട്. അത്യാവശ്യം ചൂട് അനുഭവപ്പെടാതിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടെന്റിന്റെ ഉള്ളിൽ വന്ന്, ഈ ടെന്റിന്റെ ഉള്ളിലുള്ള മണൽത്തരികൾ മുഴുവനും നമ്മുടെ കണ്ണുനീര് കൊണ്ട് നനയണം. അല്ലാഹു സുബ്ഹാനഹു തആല കരഞ്ഞു ചോദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറഫയിൽ വന്ന് യഥാർത്ഥ അറഫയിൽ പങ്കെടുക്കുന്ന സ്വാലിഹീങ്ങൾ, അവരാണ് യഥാർത്ഥ ഹാജിമാർ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആദം നബി അലൈഹിസ്സലാം വരുമ്പോ മറ്റൊരാൾ ഇവിടെ ഇല്ല. ഹവ്വ ഉമ്മയെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. വേറെ ആൾക്കാരൊന്നും ലോകത്തില്ല. പിന്നീട് എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിലാണ് 1,00,000-ൽ പരം സ്വഹാബത്തുമായി ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ജബലുർ റഹ്മയുടെ താഴ്വരയിൽ അവിടെ ഒരു പ്രത്യേകമായ കല്ലുണ്ട്. ആ കല്ലിൽ കയറി നിന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വിശാലമായ ഒരു പ്രസംഗം നടത്തുകയാണ്. ഓരോ കാര്യങ്ങളും പറയുകയാണ്. റസൂലുള്ള പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. അന്ന് ഹിജ്റ പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞത് സന്തോഷം കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യാൻ എനിക്കും അനുവാദം ലഭിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ടാണ് കരഞ്ഞതെങ്കിൽ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറഫ ഭൂമിയിൽ വെച്ച് അവസാനത്തെ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്